everyone. Welcome to another video of Engineers in Australia. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള എഞ്ചിനീയേഴ്സിന് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആൻഡ് വെരി ക്രിട്ടിക്കൽ സ്റ്റെപ്പ് ആയിട്ടുള്ള സ്കിൽസ് അസസ്മെന്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ സ്കിൽസ് അസസ്മെന്റ് ചെയ്യുന്നത് നാട്ടിലെ ബിടെക്കിന്റെ പ്രോജക്ട്സ് വെച്ചിട്ടാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണെങ്കിൽ അവരുടെ വർക്ക് വെച്ചിട്ടുള്ള പ്രോജക്ട്സ് വെച്ചിട്ടാണ് സ്കിൽസ് അസസ്മെന്റ് ചെയ്യുന്നത്. എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഈ സ്കിൽസ് അസസ്മെന്റ് നമുക്ക് ഗ്രാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ സ്റ്റെപ്സ് എങ്ങനെയാണ്, ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോ. ഇത് കൂടാതെ ഞങ്ങളൊരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യും. എങ്ങനെയാണ് കോമ്പിറ്റൻസി ഡെമോൺസ്ട്രേഷൻ റിപ്പോർട്ട് ചെയ്യുന്നത്, അഥവാ CDR എന്ന് പറയുന്ന റിപ്പോർട്ട് എങ്ങനെയാണ് എഴുതി ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇനി വരുന്നതാണ്. അപ്പോൾ നമുക്ക് എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയയുടെ സൈറ്റിൽ എങ്ങനെയാണ് ഒരു സ്കിൽസ് അസസ്മെന്റിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ലോഡ്ജ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയയുടെ സൈറ്റിൽ പോവാം. എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ഓപ്ഷൻസിൽ എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയയുടെ സൈറ്റ് വരും. ഈ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഈ ലിങ്കിൽ പോവാം. അപ്പോൾ എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയയുടെ സൈറ്റ് ഇതാ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നു. ഇനി നമുക്ക് ഒന്നെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓൾറെഡി ഒരു അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ അവരുടെ EIDയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാം. അപ്പോൾ അക്കൗണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ മൈ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവർ അവരുടെ EID പാസ്വേഡ് യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. അക്കൗണ്ട് ഇല്ലാത്തവർ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു സൈറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്, വേറൊരു പേജ്. അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയയുടെ സൈറ്റ് വഴി നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ അക്കൗണ്ട് ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴത്തെ ഹോം പേജ്. അപ്പൊ അതിൽ പല ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതിൽ നമ്മൾക്ക് റിലവന്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്ലൈ ഫോർ മൈഗ്രേഷൻ സ്കിൽസ് സ്റ്റേജ് 1 അസസ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യാം. ഇതപ്പോ ബേസിലിന്റെ എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയയുടെ പേജ് ആണ്. അതിൽ നമുക്ക് ഓൾറെഡി ബേസിൽ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻസും അതിന്റെ ഔട്ട്കമ്മും ഒക്കെ കാണാൻ പറ്റും. അപ്പൊ ഔട്ട്കം നമുക്കൊരു ഇമെയിൽ ആയിട്ടാണ് കിട്ടുക. ആ ഔട്ട്കം എപ്പോഴും അതിനൊരു എക്സ്പയറി ഡേറ്റ് ഇല്ല, പക്ഷെ എല്ലാ 3 ഇയേഴ്സിലും അത് റിന്യൂ ചെയ്യണം. അപ്പൊ ഇപ്പൊ 2019 ബേസിലിന് ഔട്ട്കം കിട്ടിയത്. അപ്പൊ അത് 2022 ആയപ്പോ റിന്യൂ ചെയ്യണം. എന്നാലാണ് അത് നമുക്ക് എവിടെയെങ്കിലും വീസ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇതിന്റെ ഔട്ട്കം ലെറ്ററും കൂടെ കാണിച്ചു തരാം. ഈ ആപ്ലിക്കേഷന്റെ ഔട്ട്കം ലെറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയയുടെ ആപ്ലിക്കേഷൻ അസസ്മെന്റ് കംപ്ലീറ്റ് ആയി, അതിന്റെ ഔട്ട്കം ലെറ്റർ അറ്റാച്ച് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഔട്ട്കം ലെറ്റർ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അകത്ത് അതിന്റെ ഡീറ്റെയിൽസും ഏത് ഒക്കുപേഷന് വേണ്ടിയിട്ടാണ്, ഏത് ആൻസർ കോഡിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പൊ നമ്മൾ സ്കിൽസ് അസസ്മെന്റിന്റെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ ബേസിൽ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻസിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ബേസിലിന്റെ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ 4 ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് പലർക്കും ഒരു ഡൗട്ട് തോന്നുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് ഒരാൾക്ക് തന്നെ 4 ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഒരു ബിടെക് ഗ്രാജുവേറ്റിന് ആക്ച്വലി ഒരു എഞ്ചിനീയർ ആയിട്ടും എഞ്ചിനീയറിംഗ് ടെക്നോളജിസ്റ്റ് ആയിട്ടും 2 ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ബേസിലിന്റെ കേസിൽ ബേസിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അപ്പോൾ ബേസിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ടും എഞ്ചിനീയറിംഗ് ടെക്നോളജിസ്റ്റ് ആയിട്ടും പ്രോഡക്റ്റ് ഡിസൈൻ എഞ്ചിനീയർ ആയിട്ടും 3 ഡിഫറെന്റ് CDR ആപ്ലിക്കേഷൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വീസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പല ആൻസസ്കോ കോഡ് വെച്ചിട്ടുള്ള വിസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന് പറയുന്നത് ഒരു ആൻസസ്കോ കോഡാണ്, എഞ്ചിനീയറിംഗ് ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്ന വേറൊരു ആൻസസ്കോ കോഡാണ്, പ്രോഡക്റ്റ് ഡിസൈൻ എഞ്ചിനീയറും ഒരു വേറെ ആൻസസ്കോ കോഡിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓപ്ഷൻസ് കൂടും. അപ്പൊ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് എ വീസ നമുക്ക് കൂടും.
അപ്പൊ അതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് ഏതിനൊക്കെ എലിജിബിലിറ്റി ഉണ്ടോ അതിനെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻസ് വെക്കാൻ പറ്റും. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ സ്കിൽഡ് എംപ്ലോയ്മെന്റിനെ അസസ് ചെയ്യുന്നതാണ്. അപ്പോൾ ബേസിൽ വർക്ക് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ബേസിലിന്റെ സ്കിൽസ് എംപ്ലോയ്മെന്റ് സ്കിൽസും കൂടെ അസസ് ചെയ്തതാണ് ഈ ഫോർത്ത് CDR. അപ്പൊ ഇനി നമുക്ക് മൈഗ്രേഷൻ സ്കിൽസ് അസസ്മെന്റ് ആപ്ലിക്കേഷനിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സ്കിൽസ് അസസ്മെന്റ് ആപ്ലിക്കേഷന്റെ ഫസ്റ്റ് പേജ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ആദ്യമേ അവർ പറയുന്നുണ്ട് എല്ലാ ഡോക്യുമെന്റ്സും IDസും റെഡിയാക്കി വെച്ചിട്ട് വേണം ഈ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, പക്ഷെ സ്റ്റിൽ കുറച്ചും കൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഡോക്യുമെന്റ്സും റെഡിയാക്കി വെക്കാം. അപ്പൊ നമുക്ക് ആദ്യം പ്രൈവസി എഗ്രിമെന്റ് എഗ്രി ചെയ്യാം. പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഡിക്ലറേഷൻ ഉണ്ട്, അതും എഗ്രി ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് വരുന്നത് അസസ്മെന്റ് പാത്വേ ആണ്. അപ്പോൾ ഈ അസസ്മെന്റ് പാത്വേയില് 90% ഓഫ് ദ ആൾക്കാരും കോമ്പിറ്റൻസി ഡെമോൺസ്ട്രേഷൻ റിപ്പോർട്ടിന്റെ പാത്വേ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. പക്ഷെ ഒരു 10% ആളുകൾക്ക് ബാക്കി ഈ പറയുന്ന 4 അക്കോർഡിലും അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷനും ഉണ്ടാവാം. അപ്പൊ ഇപ്പൊ ഒരു ഗ്രാജുവേറ്റ് നാട്ടില് BTech കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിട്ട് എയ്തർ വാഷിംഗ്ടൺ അക്കോർഡിലാവാം ഇല്ലെങ്കിൽ കോമ്പിറ്റൻസി ഡെമോൺസ്ട്രേഷൻ റിപ്പോർട്ടിലാവാം. വാഷിംഗ്ടൺ അക്കോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുസാറ്റ് അല്ലെങ്കിൽ കൊല്ലം TKM അല്ലെങ്കിൽ അണ്ണാ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചവർക്ക് അവരുടെ കോളേജ് വാഷിംഗ്ടൺ അക്കോർഡില് അല്ലെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ വാഷിംഗ്ടൺ അക്കോർഡില് ക്വാളിഫൈഡ് ആയിരിക്കും, അക്രഡിറ്റഡ് ആയിരിക്കും. അപ്പൊ അവർക്ക് പാത്വേ ചൂസ് ചെയ്യാം. അങ്ങനത്തെ വാഷിംഗ്ടൺ അക്കോർഡില് ക്വാളിഫിക്കേഷൻ അക്രഡിറ്റ് ചെയ്യാത്ത എല്ലാവരും കോമ്പിറ്റൻസി ഡെമോൺസ്ട്രേഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ CDR എഴുതി വേണം നമ്മൾ അസസ്മെന്റ് എടുക്കാനായിട്ട്. അപ്പൊ ഞാൻ ഈ നോർമൽ പാത്വേ അല്ലെങ്കിൽ 90% ആളുകൾക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഈ പാത്വേ ആണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. വാഷിംഗ്ടൺ അക്കോർഡിനെ പറ്റി നമ്മൾ വേറൊരു വീഡിയോ ചെയ്യാം, അതിന് ആളുകൾ ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ കോമ്പിറ്റൻസി ഡെമോൺസ്ട്രേഷൻ റിപ്പോർട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് റിലവന്റ് സ്കിൽഡ് എംപ്ലോയ്മെന്റ് വേണമെങ്കിൽ അത് ഓപ്ഷണൽ ആണ്. ഞാനിപ്പോ തൽക്കാലം അത് ചെയ്യുന്നില്ല, കാരണം ഈ വീഡിയോ നമ്മൾ ഗ്രാജുവേറ്റ്സിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പൊ സ്കിൽഡ് എംപ്ലോയ്മെന്റ് നമ്മൾ ഇപ്പൊ അസസ് ചെയ്യാൻ നോക്കുന്നില്ല. ഇനി കണ്ടിന്യൂ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ ഡോക്യുമെന്റ്സും 5 MB താഴെയുള്ളതായിരിക്കണം. 5 MB മുകളിലുള്ള ഒരു ഫയൽസും ഇവിടെ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ അത് നന്നായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ താഴോട്ട് വരുമ്പോൾ നമുക്ക് 5 സെക്ഷൻസ് ആണ് ഉള്ളത്. പേഴ്സണൽ ഡീറ്റെയിൽസിന്റെ സെക്ഷൻ ഉണ്ട്, ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻസ്, റിലവന്റ് സ്കിൽഡ് എംപ്ലോയ്മെന്റ് അസസ്മെന്റ്, കരിയർ എപ്പിസോഡ്സ് ആൻഡ് സമ്മറി സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഈ 5 സെക്ഷൻസിന് വേണ്ടിയിട്ടും നമുക്ക് ഡോക്യുമെന്റ്സ് വേണം. അപ്പോൾ ഈസിനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ഒരു ഫോൾഡറിൽ നമ്മൾ എല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസിന്റെ വേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം പേഴ്സണൽ ഡീറ്റെയിൽ സെക്ഷനിലും ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസിൽ വേണ്ടതെല്ലാം ആപ്ലിക്കേഷൻ ഡീറ്റെയിൽ സെക്ഷനിലും നമ്മൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് എല്ലാം അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇനി വീണ്ടും നമ്മൾ തിരിച്ച് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് സെക്ഷനിൽ നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നമുക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം. അതിന്റെ റെസൊല്യൂഷനും പിന്നെ 6 മാസത്തിൽ കൂടുതൽ പഴക്കമുള്ളതായിരിക്കരുത്. പിന്നെ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ഇതെല്ലാം ഇതിന്റെ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രൈം ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ്, അത് ഒന്നെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അതാണ് പ്രൈം ഐഡന്റിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെയിം ചേഞ്ച് ഡോക്യുമെന്റ്, ആർക്കെങ്കിലും എന്തെങ്കിലും നെയിം ചേഞ്ച് വേണമെങ്കിൽ അത് വളരെ കുറച്ച് പേർക്കായിരിക്കും ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ കേസിൽ അത് ഇല്ല, അപ്പൊ അതുകൊണ്ട് അത് ഇല്ല. പിന്നെ റെസ്യൂമേ അല്ലെങ്കിൽ CV, അതാണ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽ സെക്ഷനിൽ വേണ്ടത്. അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇത് ഓരോന്നും അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്യാം, അതിനുശേഷം പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യാം, അതിനുശേഷം റെസ്യൂമേ അപ്ലോഡ് ചെയ്യാം. ഇത് ഫയൽ ചൂസ് ചെയ്തിട്ടുള്ളൂ. അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇതിൽ ഓരോന്നിലും ക്ലിക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിലും അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം എല്ലാം അപ്ലോഡ് ചെയ്തതിനു ശേഷം നമ്മൾ സേവ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഈ ഗ്രീൻ ടിക്ക് ഇവിടെ വരണം, എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്തതെല്ലാം കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തു എന്ന് ഉറപ്പുള്ളൂ. അപ്പൊ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസിന്റെ എല്ലാം അപ്ലോഡ് ചെയ്തു, പാസ്പോർട്ട് സ്റ്റൈൽ ഫോട്ടോഗ്രാഫും പാസ്പോർട്ടും CV. ഓക്കെ, ഇനി അത് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ്.
ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസിൽ നമ്മൾ നോമിനേറ്റഡ് ഓക്കുപേഷൻ ഇതിന്റെ അകത്ത് നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ കേസിൽ അത് മെക്കാനിക്കൽ എഞ്ചിനീയർ ആയതുകൊണ്ട് ഞങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയർ സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ആൻസസ്കോ കോഡ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അപ്പൊ അത് ക്രോസ് വെരിഫൈ ചെയ്തേക്കുക, ഇതേ ആൻസസ്കോ കോഡിനാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ. ഇനി സ്പെഷ്യലൈസേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചിലർക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിനെ സംബന്ധിച്ച് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് സ്പെഷ്യലൈസേഷൻ ആണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ സെലക്ട് ചെയ്തേക്കുക. ഇനി എന്തെങ്കിലും പ്രൊഫഷണൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അത് ഇവിടെ അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ നോർമൽ ഒരു ഗ്രാജുവേറ്റിനെ സംബന്ധിച്ചിട്ട് ഒരു പ്രൊഫഷണൽ രജിസ്ട്രേഷൻ ഉണ്ടാവില്ലായിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഇത് ലീവ് ഔട്ട് ചെയ്തേക്കുക. ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ് കോമ്പിറ്റൻസി. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് കോമ്പിറ്റൻസിക്ക് നമുക്ക് ഒന്നെങ്കിൽ IELTS അല്ലെങ്കിൽ PTE അല്ലെങ്കിൽ TOEFL, ഈ മൂന്നെണ്ണാണ് ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ കേസിൽ IELTS ആണ് ഉള്ളത്. അതിൽ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 3 കൊല്ലത്തിന്റെ മുകളിൽ പഴയതായിരിക്കരുത്. അപ്പൊ 3 കൊല്ലം വരെയുള്ള ഏത് റിപ്പോർട്ട് ആണെങ്കിലും ഓക്കെ ആയിരിക്കും. അപ്പോൾ IELTS ആണെങ്കിലും PTE ആണെങ്കിലും TOEFL ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ അത് ചൂസ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ടെസ്റ്റ് റിസൾട്ട് റെഫറൻസ് എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ട്. അപ്പോൾ IELTSന്റെ കേസിലാണെങ്കിൽ അത് ടെസ്റ്റ് റിപ്പോർട്ട് ഫോം നമ്പർ. ഇപ്പൊ നിങ്ങളുടെ IELTSന്റെ സ്കോർ കാർഡ് നോക്കുവാണെങ്കിൽ അതിന്റെ താഴെ ടെസ്റ്റ് റിപ്പോർട്ട് ഫോം നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടാവും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഇവിടെ ആഡ് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ഫയൽ ചൂസ് ചെയ്യാൻ പോവാണ്. പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ല, ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസിൽ IELTS റിസൾട്ട് ഓപ്പൺ. ഓക്കെ. അവിടെ അപ്ലോഡ് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ ഞാനിപ്പോ ആ ഡോക്യുമെന്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്കിൽസ് അസസ്മെന്റ്, ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ്. അപ്പൊ ഇപ്പൊ ഇത് നിങ്ങൾ കാണുവാണെങ്കിൽ ഇതിന്റെ അകത്ത് ലാസ്റ്റ് ഒരു ടെസ്റ്റ് റിപ്പോർട്ട് ഫോം നമ്പർ, ഈ നമ്പർ ആണ് നമുക്ക് ആദ്യം പറഞ്ഞ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ അത് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ എക്സംഷൻ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ സപ്പോസ് ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ജസ്റ്റിഫിക്കേഷൻ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം. പിന്നെ എന്താണ് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിന് എക്സംഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിന് നമുക്ക് ഈ ലിങ്കിന്റെ 4th പേജിൽ പോയി നോക്കാം. അപ്പൊ ഇതിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ഒരു PDF ആണ് നമുക്ക് ഓപ്പൺ ആയി കിട്ടുക. അപ്പൊ ആ PDFന്റെ 4th പേജിൽ അവർ പറയുന്നത് 2 കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് എക്സംഷൻസ് കിട്ടും. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരു ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ക്രീക്കോസ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ 92 വീക്സ് എങ്കിലും ഉള്ള ഒരു അക്കാഡമിക് സ്റ്റഡി നടത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് വേണ്ട. ഇനി സെക്കൻഡ് വൺ, ഈ ഏതെങ്കിലും കൺട്രീസിൽ UK, US, കാനഡ, ന്യൂസിലാൻഡ് അല്ലെങ്കിൽ അയർലൻഡിലെ സിറ്റിസൺസ് ആണെങ്കിൽ, അല്ലെങ്കിൽ വാലിഡ് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് IELTS അല്ലെങ്കിൽ PT അല്ലെങ്കിൽ TOEFLന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിന്റെ ജസ്റ്റിഫിക്കേഷൻ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ മാസ്റ്റേഴ്സ് ചെയ്തവരാണെങ്കിൽ അവരുടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ അസ്യൂം ചെയ്യുന്നത് നമ്മളൊരു ഗ്രാജുവേറ്റ് BTech നാട്ടിൽ ചെയ്ത ഒരാൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമ്മൾ ഇത് ഇപ്പോൾ ടിക്ക് ചെയ്യും. അപ്പൊ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസും ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസും കംപ്ലീറ്റ് ആയി. ഇവിടെ ഗ്രീൻ ടിക്ക് ഉണ്ട്. ഇനി നമ്മൾ ക്വാളിഫിക്കേഷൻസിലേക്ക് പോവാണ്. അപ്പോൾ ഇതിന്റെ അകത്ത് നമ്മൾ ഒരു ബേസിക് BTech ഗ്രാജുവേറ്റ് മാത്രമുള്ള ഒരാൾക്ക് വേണ്ടി എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഞാനിതെല്ലാം ഓൾറെഡി ഫില്ല് ചെയ്തു. കൺട്രി ഇന്ത്യ, ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ യൂണിവേഴ്സിറ്റി എഴുതുകയാണ് നല്ലത്. ഇപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഇല്ല, അപ്പോൾ KTU ആണെങ്കിൽ അങ്ങനെ എഴുതുക. ക്വാളിഫിക്കേഷൻ BTech, ബാച്ചുലർ ഓഫ് ടെക്നോളജി, പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതുകൊണ്ട് ഡിസിപ്ലിൻ ഏതാണെന്ന് വെച്ചാൽ സിവിൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ ആണെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ ആഡ് ചെയ്യാം. ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അപ്പോൾ എല്ലാവർക്കും അവരുടെ BTechന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അത് അപ്ലോഡ് ചെയ്യാം. ട്രാൻസ്ക്രിപ്റ്റ്, അപ്പോൾ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും. പക്ഷെ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് സെമിസ്റ്റർ മുതൽ ലാസ്റ്റ് സെമിസ്റ്റർ വരെയുള്ള എല്ലാ മാർക്ക് ലിസ്റ്റും അല്ലെങ്കിൽ എല്ലാ മാർക്സും ഇൻക്ലൂഡ് ചെയ്ത ഒരു ഡോക്യുമെന്റ് കിട്ടും. അതിനെയാണ് ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യണം.
പിന്നെ ലാസ്റ്റ് എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ. അപ്പൊ നമ്മളിവിടെ എഴുതുന്നത് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ നമ്മുടെ കംപ്ലീറ്റഡ് ഡേറ്റ് എഴുതാം, എന്നിട്ട് ക്വാളിഫിക്കേഷൻ സേവ് ചെയ്യാം. ഇനി അപ്പൊ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് റിലവന്റ് സ്കിൽഡ് എംപ്ലോയ്മെന്റ് അസസ്മെന്റ് ആണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഗ്രാജുവേറ്റിനെ സംബന്ധിച്ചിട്ട് അവർക്ക് സ്കിൽഡ് എംപ്ലോയ്മെന്റ് അസസ്മെന്റ് വേണ്ട. ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് അവരുടെ സ്കില്ല് അസസ് ചെയ്യണമെങ്കിൽ, എംപ്ലോയ്മെന്റ് സ്കില്ല് അസസ് ചെയ്യണമെങ്കിൽ മാത്രം ഇവിടെ ഡോക്യുമെന്റ്സ് ആഡ് ചെയ്താൽ മതി. അപ്പൊ അത് നമ്മൾ വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ തൽക്കാലം ഐ ഡു നോട്ട് ഹാവ് റിലവന്റ് സ്കിൽഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമ്മൾ മൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആയിട്ടുള്ള കരിയർ എപ്പിസോഡ്സ് ആൻഡ് സമ്മറി സ്റ്റേറ്റ്മെന്റിലാണ് വന്നേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് CPD സ്റ്റേറ്റ്മെന്റ്. CPD സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിരിക്കണം. അപ്പോൾ നിങ്ങളിപ്പോ ഒരു ബിടെക് കഴിഞ്ഞ ആളാണെങ്കിൽ നിങ്ങൾ എന്താണ് ബിടെക് കഴിഞ്ഞിട്ട് ചെയ്തത്, ബിടെക്കിന്റെ ഇടയിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്തു. ഇപ്പോ ഒരു മെക്കാനിക്കൽ അല്ലെങ്കിൽ സിവിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളാണെങ്കിൽ ഒരു CAT കോഴ്സ് ചെയ്തു നിങ്ങൾ, അപ്പൊ അത് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരു ലിങ്ക്ഡിൻ ലേണിംഗ് ചെയ്തു. അപ്പൊ അങ്ങനെ നിങ്ങളുടെ കരിയർ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഡോക്യുമെന്റ് ആയിട്ട്, ഒരു വേർഡ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു എക്സൽ ഡോക്യുമെന്റ് ആയിട്ട് എഴുതി ഉണ്ടാക്കി അതാണ് ഇവിടെ CPD സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി വരുമ്പോൾ കരിയർ എപ്പിസോഡ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് 4 കൊല്ലം നിങ്ങൾ എഞ്ചിനീയറിംഗിൽ ചെയ്ത 3 പ്രോജക്റ്റ് ആയിരിക്കണം ഈ കരിയർ എപ്പിസോഡ്സ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോ ഇത് എഴുതേണ്ട ഫോമാറ്റും അല്ലെങ്കിൽ അതിൽ ഫോളോ ചെയ്യേണ്ട നമ്മുടെ എന്താ പറയാ റൂൾസ് ഒക്കെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് വേണം നമ്മളിത് എഴുതി വെക്കാനായിട്ട്. അപ്പൊ അതിനെപ്പറ്റി നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പൊ ബിടെക് ഗ്രാജുവേറ്റ്സ് അല്ലാതെ എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷണൽസ് സ്കിൽസ് അസസ്മെന്റ് ചെയ്യുമ്പോൾ കരിയർ എപ്പിസോഡായിട്ട് അവരുടെ വർക്ക് ബേസ് ചെയ്തിട്ടുള്ള പ്രോജക്ട്സും എഴുതി വെക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞങ്ങൾ വേറെ ചെയ്യാം. ഇപ്പൊ നമ്മൾ തൽക്കാലം വർക്ക് ബേസ്ഡ് അല്ല, എഞ്ചിനീയറിംഗിൽ നമ്മൾ ചെയ്ത പ്രോജക്ട്സ് വെച്ചിട്ടുള്ള കരിയർ എപ്പിസോഡാണ് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. സമ്മറി സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരിയർ എപ്പിസോഡ്സിന്റെ എല്ലാത്തിന്റെയും സമ്മറി ആയിട്ട് ഒരു ഡോക്യുമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതും വേർഡ് അല്ലെങ്കിൽ എക്സലിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇതെല്ലാം അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മളിപ്പോ എല്ലാ സെക്ഷൻസും കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് കാണാം ഇവിടെ എല്ലാത്തിലും ഗ്രീൻ ടിക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവാണ്. അപ്പൊ അതിനു മുന്നേ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, ഡു യു വോണ്ട് ടു ഫാസ്റ്റ് ട്രാക്ക് ദിസ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു എക്സ്ട്രാ പേയ്മെന്റ് നമ്മൾ കൊടുക്കണം. നമുക്കിപ്പോ ഏർജന്റ് ആയിട്ട് സ്കിൽസ് അസസ്മെന്റ് ചെയ്ത് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ആയിട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ അത് നോർമൽ ട്രാക്കിൽ തന്നെ പോകും. അപ്പൊ ഞാനിപ്പോ അത് ഫാസ്റ്റ് ട്രാക്കിൽ കൊടുക്കുന്നില്ല. ഇനി നമ്മൾ സബ്മിറ്റ് ആപ്ലിക്കേഷൻ ആൻഡ് പേ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പോപ്പപ്പ് വരും, ടേംസ് ആൻഡ് കണ്ടീഷൻ. അപ്പൊ ഐ ഹാവ് റെഡ്, അണ്ടർസ്റ്റുഡ് ആൻഡ് അഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുക്കുക, സബ്മിറ്റ് ആപ്ലിക്കേഷൻ ആൻഡ് പേ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പേയ്മെന്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എമൗണ്ട് 880. അപ്പോൾ GST കൂടെ കൂട്ടി 968 ഓസ്ട്രേലിയൻ ഡോളർ. അപ്പൊ ഏകദേശം ഒരു 50,000 രൂപ വരും നമ്മുടെ നാട്ടിലെ. അത് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് വഴിയോ അല്ലെങ്കിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഡെപ്പോസിറ്റോ എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോ സപ്പോസ് നമ്മൾ ഈ ഫീ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇമെയിൽ വരും. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക നമ്മളുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രസ് ചെയ്യാനും ഔട്ട്കം ഗ്രാൻഡ് ചെയ്യാനുമായിട്ട്. ഇങ്ങനെയാണ് നമ്മൾ സ്കിൽസ് അസസ്മെന്റിനോ എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയയിൽ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്.